ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗെയിമിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ട്രക്ക് ഓഫ് യൂറോപ്പ് 3. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ട്രക്ക് സിമുലേറ്ററും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ നമ്മളൊരു ട്രക്കിൻ്റെ ഡ്രൈവറായിട്ടാണ് ഇതിൽ. അപ്പോൾ നമുക്ക് കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ കേട്ടോ ഗൈസ്, ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയിലാട്ടോ. വിഷയം ഗ്രാഫിക്സ് ആട്ടോ ഇതിൽ. പിന്നെ രാത്രി ആയാലും മഴ പെയ്യണതും കാര്യങ്ങളൊക്കെ, രാത്രിയൊക്കെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ കത്തണ മഞ്ഞ ലൈറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് നാച്ചുറായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് ഇതാ ലോഡും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. പക്ഷെ നമ്മുടെ വണ്ടി 2-3 ഓട്ടമായിട്ടോ നമ്മൾ വണ്ടി ഓടണം. അത് കാരണം വണ്ടിയിലൊക്കെ ആകെ പൊടി കേട്ടോ. വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യണം. ഇവിടെ എവിടെയെങ്കിലും വലിയ മറ്റേ ക്ലീനിങ്ങിൻ്റെ സാധനം ഉണ്ടോ എന്ന് പറഞ്ഞാട്ടോ പോയിട്ട് ഫസ്റ്റ്. എന്നിട്ടാണ് നമ്മൾ ഓട്ടോ എടുക്കുന്നുണ്ടോ കണ്ടെയ്നർ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമുക്ക് എന്തായാലും പോയിട്ട് ഇവിടെ ക്ലീനിങ്ങിൻ്റെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ പോയോ കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് മാപ്പിലൊന്നും കാണാനില്ല. നമുക്ക് റൈറ്റ് തിരിഞ്ഞ് പോയൊക്കെ കേട്ടോ. എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും. ഇവിടെ ഇല്ലേ, വയസ്സ് പിടിച്ചു. പക്ഷെ ആ ചിഹ്നം അവിടെ കണ്ടപ്പോഴേ തോന്നിയത് അത്ര. പക്ഷെ അതിൻ്റെ അടുത്ത് വരെ പോകുന്ന വിചാരിച്ചോ. പക്ഷെ അതിന് മുന്നേ വണ്ടി ഇടിച്ചു കേട്ടോ. പക്ഷേ എന്തായാലും ഇവിടെ ക്ലീനിങ്ങിൻ്റെ ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ബാക്ക് എടുത്തിട്ട് കണ്ടെയ്നറും കൊണ്ട് പോവാം. പോണ വഴിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. അതേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും തിരിക്കുകയാണെങ്കിൽ എനിക്കിങ്ങനെ ക്യാബിൻ കണ്ട് ഓടിക്കുന്നതൊക്കെ ഇഷ്ടം. ഉള്ളത്തെ ക്യാമറ എനിക്ക് ഇഷ്ടം. പുറത്തത്തെ അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, ഓടിക്കും. പക്ഷെ എന്നാലും എനിക്ക് കൂടുതൽ കംഫർട്ട് ഇതാട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓടിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. ഇത് വെച്ച് കഴിഞ്ഞാൽ നൈസാണ്. സ്റ്റിയറിംഗ് ഒക്കെ തിരിയണതും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. അപ്പോൾ നമ്മളിതാ തിരിച്ച് നമ്മുടെ കണ്ടെയ്നറിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇതിന് കണക്ട് ചെയ്തിട്ട് ഇത് കൊണ്ട് പോകണം കേട്ടോ. അതാണ് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്താ വെച്ചിട്ട് അതിൽ 2 ബോഗി ഉണ്ട് കേട്ടോ. അത് കാരണം ഓടിച്ച് പോകാത്തൊരു പാടായിരിക്കും. നമുക്ക് റിവേഴ്സ് എടുത്ത് കണക്ട് ചെയ്യാം കേട്ടോ. കണ്ടോ 2 ബോഗി ഉണ്ട് കേട്ടോ. അത് കാരണം കുറച്ച് പണിയാണ് ഇത് ഓടിച്ചു പോകാൻ. എന്നാലും കണ്ടോ, ഇനി ഇത് കണക്ട് ചെയ്യാനാണ് വേറെ പണി കേട്ടോ. നമുക്കിത് എങ്ങനെയെങ്കിലൊക്കെ തിരിച്ച് കുറച്ച് കണക്ട് ചെയ്ത് എടുക്കണം. എന്നാലും നമുക്കിത് കൊണ്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കട്ടെ, മെല്ലെ കണക്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ തിരിച്ച് മെല്ലെ പച്ച കളർ ഗൈസ് കണക്ട് ആയിട്ടോ. ഇനി നമുക്ക് നേരെ പോവാട്ടോ. അങ്ങനെ കണക്ട് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ ലോഡ് കൊണ്ട് കൂടി ഇറങ്ങാം കേട്ടോ. ഇത് എത്ര ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദൂരമാണെന്ന് അറിയില്ല. ചിലതിൽ 4 മണിക്കൂർ 33 മിനിറ്റ് അങ്ങനെ കാണിക്കട്ടോ. അപ്പോൾ ഇത് എത്ര മണിക്കൂറൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അത് കണ്ടപ്പോൾ അങ്ങനെ എടുത്തു എന്നുള്ളത് കണ്ടോ. ഗൈസ്, ഇതിൻ്റെ സൈഡത്തെ ഗ്ലാസ്സൊക്കെ തുറക്കാൻ പറ്റട്ടോ. കണ്ടോ, ഞാൻ അപ്പോൾ സൈഡിൽ തുറന്നേ കണ്ടല്ലേ. ആണ് അപ്പോൾ കറക്റ്റായിട്ട് കാണാൻ കേട്ടോ. അത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഗ്ലാസ് തുറന്നു കഴിഞ്ഞാൽ പുറത്തെ സൗണ്ടൊക്കെ കേൾക്കും. ഗ്ലാസ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഉള്ളിൽ അടച്ചിട്ടൊരു ഫീൽ ആട്ടോ. കറക്റ്റ് ഒരു ട്രക്ക് ഓടിക്കുമ്പോൾ എങ്ങനെയാണ് അതേ ഫീൽ കിട്ടുന്നുണ്ട് ഇതിൽ. നമ്മൾ അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. നമുക്ക് എന്തായാലും വണ്ടി നല്ല തിരിക്കാം. അധികം സ്പീഡിൽ പോകണ്ട. 2 ബോഗി ഉണ്ട്. അത് കാരണം സൂക്ഷിച്ച് കൊണ്ടുപോവാം. എന്നാലാണ് കറക്റ്റ് പൈസ കിട്ടില്ല. എവിടെയെങ്കിലൊക്കെ ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ ഇവർ കുറയ്ക്കും. അത് കാരണം പിന്നെ നമുക്ക് മെല്ലെ പോവാം കേട്ടോ. രാത്രി ആയ കാരണം ഉണ്ടല്ലോ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ പക്ക കേട്ടോ. കണ്ടോ കറക്റ്റ് ഡിമ്മും ബ്രൈറ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ വണ്ടികളൊക്കെ ഇപ്പോഴും രാത്രിയായിട്ട് വണ്ടികളൊക്കെ കണ്ടോ റോഡിൽ. അതുപോലെ ഞാൻ നേരത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ കണ്ടോ പക്ക ഒറിജിനാലിറ്റി കേട്ടോ. രണ്ട് വീടുകളുടെ ഉള്ളിലൊക്കെ അതാ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇതാ വേറൊരു ട്രക്ക് മണ്ട മാത്രമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓടിച്ച് അങ്ങനെ പോവാം. അപ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഓടിച്ചിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കൂടുതലും ലെങ്ത് ആവേണ്ട വെച്ചിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്താണ്. പക്ഷേ നമ്മളിങ്ങനെ വരുമ്പോൾ അതാ നമ്മുടെ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലുണ്ട് കേട്ടോ മറ്റേ ക്ലീനിങ്ങിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് കിടക്കണം. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടെയ്നറും കൊണ്ട് അപ്പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ നിസ്സാരമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിത് ഇവിടെ ഡിറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് തല മാത്രമായിട്ട് കൊണ്ടുപോകട്ടോ. അതാണ് എളുപ്പം. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്. ഓടിക്കാനും വളയ്ക്കാനൊക്കെ ഭയങ്കര പണിയായ കാരണം കുറച്ച് ടാസ്ക് കേട്ടോ. അതായത് നമുക്ക് ഇവിടെ ഒതുക്കിയിട്ടിട്ട് നമുക്ക് കണ്ടെയ്നറും കാര്യങ്ങൾ ഡിറ്റാച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മളത് അവിടെ ഒതുക്കിയിട്ടിട്ട് നമുക്ക് കണ്ടെയ്നർ കാര്യങ്ങൾ ഡിറ്റാച്ച് ചെയ്യാം. ഒരു മിനിറ്റ്, ഇതിൻ്റെ ഇവിടെ ഇതാ ഡിറ്റാച്ച് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ കണ്ടെയ്നർ കാര്യങ്ങൾ ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ട് കിടക്കാവും. ബസ് പോയണ്ടോ ജസ്റ്റ് വിസിട്ട് അപ്പോൾ അതൊന്നും ഇടിച്ചേനെ. ഞാനെന്നാവും ആ സൈഡ് നോക്കിയില്ല കേട്ടോ. കണ്ടോ കണ്ടെയ്നർ ഇല്ലാണ്ടോ അങ്ങനെ സുഖമായിട്ട് വരാം നമുക്ക്. കണ്ടെയ്നറിൻ്റെ പത്തരത്തിൽ ഇരിക്കുന്ന വെച്ചിട്ടാ. അത് അവിടെ എത്തിയിട്ട് വണ്ടി ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട്. എൻജിൻ ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട്. എൻജിൻ ഓഫ് ചെയ്തു. എൻജിൻ ഓഫ് ചെയ്തിട്ടാണ് ഇനി കാര്യമുള്ളൂ കേട്ടോ. ഏകദേശം എൻജിൻ ഓഫ് ചെയ്യാനല്ല, എണ്ണ അടിക്കാനല്ല നമ്മൾ വണ്ടി ക്ലീൻ ചെയ്യാൻ വന്നാട്ടോ. ഞാൻ മറന്നു. അവിടെ കണ്ടപ്പോൾ നിർത്തിയത് കേട്ടോ. നമുക്ക് കറക്റ്റിന് പച്ചക്കള്ളിയിലേക്ക് കറക്റ്റായിട്ട് നിർത്തണം കേട്ടോ. വാശികൾ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് കറക്റ്റായിട്ട് ഒതുക്കി നിർത്താം. ഇനി ഇതാണ് വേറെ ടാസ്ക് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒതുക്കി നിർത്തായില്ലേ. ക്യാമറ മാറ്റി നോക്കട്ടെ. ആയിട്ടില്ല കേട്ടോ. നമുക്ക് തന്നെ കുറച്ച് ബാക്ക് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് എടുത്ത് നോക്കാം. ആണോ മതി. നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്ത് നോക്കാം കേട്ടോ. ഗിയറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ല ഫ്രണ്ടിലേക്ക് എടുക്കാം കേട്ടോ.
കറക്റ്റായിട്ട് കൊണ്ടുവന്ന് നിർത്തണം. 10%, 84, 80. പോയി എന്താണ് മെല്ലെ മെല്ലെ കൂടി 100 പോയില്ലോ. 80 ആയില്ലപ്പോൾ. മെല്ലെ മതി. അല്ലേ 96 പോലെ. ഇതാ എൻജിൻ ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട്. സ്റ്റാർട്ട് ക്ലീനിങ് വന്നിട്ടോ ഗൈസ്. അപ്പം നമ്മുടെ വണ്ടി അങ്ങനെയുള്ള ക്ലീൻ ചെയ്യാൻ കയറ്റിണ്ട് കേട്ടോ ഗൈസ്. എന്താ ക്ലീൻ ആവണുണ്ടോ? കറക്റ്റ് ഉണ്ട്. ആ പൊടിയൊക്കെ പോയി നമ്മുടെ വണ്ടി നല്ല കുട്ടപ്പനായി തെളിഞ്ഞ് വരുന്നുട്ടോ. വെള്ള കളറിനായി ട്രക്കാട്ടോ, ഒരു ജാതി കറുത്ത കളറായി മണ്ണ് പൊടിയൊക്കെ അടിച്ചിട്ട്. നമ്മൾ 3-4 ഓട്ടമായിട്ട് ഓടണം. അത് കാരണം തന്നെ ക്ലീൻ ചെയ്യാൻ നമുക്ക് നേരെ കിട്ടണമെന്നില്ല. അത് കാരണമാണ് അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ. നമ്മുടെ ഡ്രൈവർ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കേട്ടോ. അങ്ങനെ ഗൈസ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് പോവാം. ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഗൈസ് ഞാൻ എൻജിൻ കാര്യങ്ങളൊക്കെ ഓണാക്കട്ടെ. പാർക്കിങ്ങിലാണ് വണ്ടി. പാർക്കിങ്ങിൽ നിന്ന് മാറ്റാട്ടോ. പാർക്കിങ്ങിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് എന്തായാലും പോയിട്ട് നമ്മുടെ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകണം കേട്ടോ. ഇവിടെ ഉറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഡ്രൈവറിന് ഉറക്കം കുറവാണ്. അയാളൊന്ന് ഉറക്കട്ടെ നമുക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ പോണ വഴിയിൽ വല്ല ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പണി വാളും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രൈവർ ഉറക്കാട്ടോ. 6 മണിക്കൂർ സ്ലീപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ ഉറങ്ങണീച്ചാൽ പോലും രാവിലെയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് സുഖമാണ്. ഇനി കണ്ണൊക്കെ കണ്ട് ഇങ്ങനെ ഓടിക്കാട്ടോ. രാത്രി ആയിക്കഴിഞ്ഞാൽ അങ്ങനെ വണ്ടികളൊന്നും അറിയണ്ടായിരുന്നില്ല. നമുക്ക് എന്തായാലും സുഖമായിട്ട് പോവാം. നമുക്ക് എൻജിൻ കാര്യങ്ങളൊക്കെ ഓണാക്കട്ടെ. എൻജിൻ കാര്യങ്ങളൊക്കെ ഓണാക്കി എൻ്റെ പോവാട്ടോ. നമുക്ക് എന്തായാലും നേരെ റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയൊക്കെ ഉണ്ടോ സൈഡിൽ നമുക്ക് കഫേ ഉണ്ടോ. പക്ക ഒറിജിനാലിറ്റി കേട്ടോ. ഒരു കടയുടെ കറക്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടോ ഗെയിമിൽ. നമുക്കൊന്ന് ഇറങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇറങ്ങാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാൻ നോക്കണമെങ്കിൽ ഉണ്ടോ ഇതിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇറങ്ങാം കേട്ടോ. കണ്ടോ നമ്മുടെ ട്രക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ട്രക്കിനുള്ള ഡ്രൈവറില്ല, കാരണം ഡ്രൈവർ ഇറങ്ങിയല്ലോ. അത് കാരണമാണ് ഇവിടെ ആളുകൾക്ക് ഇന്ന് ചായ കുടിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു ബസ് വരുന്നില്ല. നമുക്ക് വേറെ റോഡ് ക്രോസ് ചെയ്തിട്ട് നമുക്ക് പോകാം കേട്ടോ. നമ്മളങ്ങനെ വണ്ടി ഉള്ളിൽ കയറിയിട്ടുണ്ട്. പാർക്ക് അപ്പത്തിന് ഹാൻഡ് ബ്രേക്കൊക്കെ ഇട്ടു കേട്ടോ. അത് റീല് ഓഫാക്കാൻ പറയുന്നത് ഹാൻഡ് ബ്രേക്ക്. അങ്ങനെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മളിത് ഇറങ്ങിയിട്ടോ. സ്മെല്ലൊന്ന് തിരിച്ചല്ലോ. അപ്പത്തേനും വണ്ടി പോയി ഇടിച്ചു കേട്ടോ. കണ്ടോ എൻജിൻ കാര്യങ്ങളൊക്കെ ചെറുതായിരുന്നു ഡാമേജ് ആയിട്ടുണ്ട്. അവിടെ നോട്ടിഫിക്കേഷൻ കാരനൊക്കെ പോപ്പായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മെല്ലെ അങ്ങനെ തിരിച്ചെടുക്കാം. നമ്മൾ അപ്പുറത്ത് കൂടെ ക്രോസ് ചെയ്ത കാരണം കണ്ടെയ്നർ അവിടെ കിടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് എത്തിക്കണം കേട്ടോ വണ്ടി. നമുക്ക് അരികത്ത് കൂടെ പോവാം. നമുക്ക് പിന്നെ കണ്ടെയ്നർ ഇല്ലാത്ത കാരണം സുഖമാണ്. ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഓടിച്ചു പോകാം. പിന്നെ ഇത് എത്ര നേരം കൊണ്ട് എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് അവർ പറഞ്ഞ സമയത്താണ് 4 മണിക്കൂർ തന്നെ തോന്നണം കേട്ടോ. എന്തായാലും അതിനുള്ളിൽ എത്തിക്കണം. നമുക്ക് കത്തിച്ച് കൊടുക്കട്ടോ അറ്റാച്ച് ചെയ്തിട്ട്. നമ്മളെന്തായാലും കണ്ടെയ്നറിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ എത്തിക്കണം കേട്ടോ. നമുക്കത് മെല്ലെ ഇങ്ങനെ ഒതുക്കാം. അതിൻ്റെ റിവേഴ്സ് ഗിയറും കാര്യങ്ങളൊക്കെ കേട്ടോ. റിവേഴ്സ് ഗിയർ ഇട്ടു. നമുക്കത് അറ്റാച്ച് ചെയ്യാനാണ് കേട്ടോ ഇനി വേറെ പണി. ഇങ്ങനൊരു പുലിവാര് പിടിച്ചത് സംഭവം. നമുക്ക് മെല്ലെ കൊണ്ടുപോയിട്ട് മെല്ലെ ധൃതി വെക്കണ്ട. ധൃതി വെച്ചാലാണ് പെട്ടെന്ന് കയ്യിൽ നിന്ന് പോവുക. കേട്ടോ അങ്ങനെ അവസാനം കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം വണ്ടി കാര്യങ്ങളൊക്കെ അറ്റാച്ച് ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരമായി കടന്ന് നോക്കണം. പക്ഷെ ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ കേട്ടോ. കുറേ നേരം അത് അപ്പോൾ എങ്ങനെയൊക്കെ അവസാനം നമുക്ക് അങ്ങനെ അറ്റാച്ചായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം കേട്ടോ. അങ്ങനെയാണ് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ കേട്ടോ. രാവിലെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ആക്സസറീസും കാര്യങ്ങളൊക്കെ വെക്കാം. പക്ഷേ നമ്മളിപ്പോൾ തുടങ്ങി കാരണം അതിനുള്ള ഫണ്ട് നമ്മുടെ അടുത്ത് ഇല്ല കേട്ടോ. അതായത് അങ്ങനെ നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. ഈ ഗെയിമിൽ പകുതി മുക്കാലും ഹൈവേസും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്താൻ പോകുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ മര്യാദ മിഡായിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് എന്തായാലും വരാം. അവിടെ നമുക്ക് ആ സെക്കൻഡ് പാർട്ടിൽ എന്തായാലും നമ്മളവിടെ എത്താനായിരിക്കും. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.